താരവിവാഹങ്ങൾ എന്നും പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റാറുണ്ട്. സിനിമയ്ക്കപ്പുറത്ത് താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് താല്പര്യമാണ്. പ്രണയവും ഡേറ്റിംഗും ഒക്കെ വാർത്തയാവുന്നതിന് പിന്നിലെ കാരണവും ഇതാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്നൊരു താരവിവാഹമാണ് മാർച്ച് 9 നടക്കാൻ പോകുന്നത്. തമിഴകത്തിന്റെ പ്രിയ താരങ്ങളിൽ ഒരാളായ ആര്യയുടെ വിവാഹമാണ് ശനിയാഴ്ച. സയേഷയുമായുള്ള പ്രണയമാണ് സബലീകരിക്കപ്പെടുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സഹപ്രവർത്തകർക്ക് ആശംസ നേർന്ന നിരവധി പേരായിരുന്നു രംഗത്തെത്തിയതും. ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള റിയാലിറ്റി ഷോ നടത്തിയായിരുന്നു ആര്യ ഞെട്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹവും വളരെ വാർത്താ പ്രാധാന്യം നേടി എന്ന് തന്നെ പറയാം. എങ്ക വീട്ട് മാപ്പിളെ എന്ന റിയാലിറ്റി ഷോ വൻ വിവാദത്തിലായത് പിന്നീടുള്ള വാർത്തകൾക്കെല്ലാം ഇതിനെ വലിച്ചിടുകയായിരുന്നു. ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെയിൽ താരം ഇപ്പോൾ ആരെയും തെരഞ്ഞെടുക്കുന്നില്ല എന്നറിയിച്ച് ഞെട്ടിക്കുകയും ചെയ്തു. തുടക്കം മുതലേ തന്നെ വൻ വിവാദമായ പരിപാടിയായിരുന്നു ഇത്. പിന്നീട് വിമർശനം കടുക്കുകയും ചെയ്തു. എന്തായാലും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആര്യ വിവാഹിതനാകുന്നത്. താരം പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നുവെങ്കിലും വാലന്റൈൻസ് ദിനത്തിലായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം ലഭിച്ചതും. അഭിനേത്രിയായ സയേഷയും താനും ജീവിതത്തിൽ ഒരുമിക്കുകയാണെന്ന് താരം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിശാലിന്റെ വിവാഹ പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെയാണ് ആര്യയും തന്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ഥിരീകരണം തന്നതും. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചതെന്നാണ് താരം പറഞ്ഞിരുന്നത്. പ്രണയ വിവാഹമാണ് ഇവരുടേത് എന്നറിഞ്ഞതിന് പിന്നാലെയാണ് താരത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സോഷ്യൽ മീഡിയ എത്തിയത്. മനസ്സിൽ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് എങ്ക വീട്ട് മാപ്പിള എന്ന റിയാലിറ്റി ഷോ നടത്തിയത് എന്നായിരുന്നു നിരവധി ആരാധകർ ഉന്നയിച്ച ചോദ്യങ്ങൾ. ആ ഷോയിൽ ഫൈനലിസ്റ്റിൽ എത്തിയ താരങ്ങളും വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവർ ഇതിനെക്കുറിച്ച് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന രീതിയിലാണ് പറഞ്ഞതും. രജനീകാന്ത് എന്ന ചിത്രത്തിനിടയിലാണ് ആര്യയും സയേഷയും പ്രണയത്തിലായതും. അതിനുശേഷം നിരവധി ഗോസിപ്പുകളാണ് എത്തിയതും. അത് കഴിഞ്ഞാണ് ആര്യ ഇതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം തന്നിരിക്കുന്നതും. പിന്നീട് വിവാഹ ക്ഷണങ്ങളുമായി നിരവധി താരങ്ങളുടെ അടുത്ത് ആര്യ എത്തുകയും ചെയ്തു. ആദ്യം വിശാലിന് തന്റെ വിവാഹ ക്ഷണം കൊടുത്തുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. എന്തായാലും ഒടുവിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വരെ ആര്യ ക്ഷണിച്ചു കഴിഞ്ഞു. മോഹൻലാലിനെ ക്ഷണിച്ചതിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആര്യയും സയേഷയും മോഹൻലാലും സൂര്യയും ഒന്നിക്കുന്ന ചിത്രം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു മോഹൻലാലിനെ ഇവർ കല്യാണത്തിന് ക്ഷണിക്കാൻ എത്തിയത്. വലിയൊരു താരസമ്പന്നമായ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നതും. ഇരു കുടുംബങ്ങളും ആലോചിച്ചാണ് വിവാഹം നടക്കുന്നതെന്ന് സയേഷയുടെ മാതാവ് വ്യക്തമാക്കിയിരുന്നു. ആര്യ കുടുംബത്തിലെ ഒരംഗമായാണ് പരിഗണിക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. എന്തായാലും വിവാഹ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായി നടക്കുകയാണ്. വിവാഹത്തിന്റെ വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം.